നസ്ലന് വേണ്ടി എഴുതിയ സിനിമ എന്നാണ് അഭിനവ് സുന്ദർ നായക് മോളിവുഡ് ടൈംസ് എന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. അതെന്തുകൊണ്ടെന്ന് ഈ ചിത്രം സാക്ഷ്യം പറയും. പാകത വന്നൊരു നടനെയാണ് ഈ ചിത്രത്തിൽ നസ്ലനിൽ കാണാൻ സാധിക്കുക. മോളിവുഡ് ടൈംസിലൂടെ ഈ വെള്ളിയാഴ്ച നസ്ലൻ സ്വന്തമാക്കിയിരിക്കുന്നു. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ തന്റെ ആഖ്യാനവും അവതരണവും വേറിട്ടതാണെന്ന് തെളിയിച്ച സംവിധായകനാണ് അഭിനവ് സുന്ദർ നായക്. ആ വേറിട്ട് നിൽപ്പ് മോളിവുഡ് ടൈംസിലും സംവിധായകൻ തുടരുന്നു. ആദ്യ ചിത്രം പോലെ വിജയം തന്നെയാണ് ഈ സിനിമയുടെ പ്രമേയം. മഹത്വം തിരഞ്ഞിറങ്ങുന്ന പല കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. കാലം തങ്ങളുടെ പേര് സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതിലേറ്റവും പ്രധാനി നസ്ലൻ അവതരിപ്പിച്ച വിനീത് മാധവൻ എന്ന സിനിമാമോഹി തന്നെ. വിനീതിനുള്ളിലുള്ളത് സിനിമയോടുള്ള മോഹത്തെക്കാൾ ഉപരി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആകാനുള്ള ത്വരയാണ്. അതെ, മുകുന്ദനുണ്ണിയെ പോലെ അയാളും ഈ കാര്യത്തിൽ സ്വാർത്ഥനാണ്. പക്ഷേ കണ്ണിച്ചോരയില്ലാത്തവനെന്ന് പറയാൻ സാധിക്കില്ല. അവന് തന്റെ കഴിവിൽ 100 അല്ല 200% വിശ്വാസമുണ്ട്. മലയാളത്തിലെ മികച്ച സിനിമയാണ് എന്റേതെന്ന് പറയാനും ലോക സിനിമയിലെ മാസ്റ്റേഴ്സിനൊപ്പം ഒരു ഇരിപ്പിടം ആഗ്രഹിക്കാനും അവൻ മടിക്കുന്നില്ല. ഈ ആത്മവിശ്വാസം പക്ഷെ അഹങ്കാരമായാണ് പൊതുസമൂഹത്തിൽ പരിഭാഷ ചെയ്യപ്പെടുന്നത്. മനോജ് നൈസ് ശ്യാമളന്റെയും വിനയന്റെയും ചിത്രങ്ങൾ കണ്ടാണ് വിനീത് മാധവനിൽ സിനിമാ ഭ്രമം വരുന്നത്. ആകാശഗംഗ എടുത്ത വിനയനെ പോലെ സയൻസ് എടുത്ത ശ്യാമളനെ പോലെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് അവന്റെ ലക്ഷ്യം. അതിനായി പുറപ്പെട്ടിറങ്ങുന്ന അവൻ ആ വഴിയിൽ പലരെയും കണ്ടുമുട്ടുന്നു. നേരെ കതക് തുറന്നു കയറാവുന്ന ഒരു മുറിയല്ല സിനിമയെന്ന് പതിയെ അവൻ മനസ്സിലാക്കുന്നു. കഴിവുള്ളവന്റെ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുമെന്നും ആ നിധി അവന്റെ കഴിവാണെങ്കിൽ അവനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുമെന്നും തിരിച്ചറിയുന്നു. സിനിമ ഒരു വ്യവസായം കൂടിയാണെന്ന് പറയുകയാണ് അഭിനവ് സുന്ദർ നായക്. ചതി പ്രതീക്ഷിക്കണം. തോൽപ്പിക്കാൻ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തിയേക്കാം. പക്ഷേ ചത്താലും വില കളയരുത് എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ വിനീത് മാധവൻ തോൽക്കുന്നില്ല. അവൻ തോറ്റു എന്നത് വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ മറ്റൊരു തോന്നൽ മാത്രം. ഈ വിനീത് മാധവൻ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ്. അത് സിനിമയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ റോഷൻ ഷാനവാസ് അവതരിപ്പിച്ച കൂട്ടുകാരൻ കഥാപാത്രം റിസർവേഷൻ ഉള്ളയാളാണെന്നും വിജയത്തിനൊപ്പം തുന്നിച്ചേർക്കപ്പെടുന്ന ഐഡന്റിറ്റി അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും സിനിമയിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ഈ കഥാപാത്രം MBBS പഠിച്ചാലും സിനിമ എടുത്താലും ആളുകൾ അതിനെ റിസർവേഷൻ ആനുകൂല്യമായാണ് കാണുന്നത്. അവന്റെ ടാലന്റ് ആരും കാണുന്നില്ല എന്നാണ് വിനീതിന്റെ പരാതി. പക്ഷേ ആ പരാതിപ്പെടൽ ഒട്ടും ആത്മാർത്ഥമായി തോന്നുന്നില്ല. ജീവിത പശ്ചാത്തലം വിജയത്തിന്റെ USP ആകുന്നു എന്ന് പറയുകയും ഇടയ്ക്കിടെ റിസർവേഷനെ പ്രത്യേക പരിഗണനയായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വലിയ അസംബന്ധ ക്ലീഷയ്ക്ക് തല വെച്ച് കൊടുക്കുകയാണ് സിനിമ. കഴിവല്ലേ നോക്കേണ്ടത്, അല്ല ജാതിയല്ലോ എന്ന് പറഞ്ഞു പഴകിയ റിസർവേഷൻ വിരുദ്ധരുടെ പല്ലവി അത് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് കഥയ്ക്കോ കഥാഗതിക്കോ ഒരു പരിക്കും ഏൽക്കുമായിരുന്നില്ല. പക്ഷേ സംവിധായകന്റെ തീരുമാനം മറിച്ചായിരുന്നു. എഡിറ്റർ കൂടിയായ സംവിധായകന്റെ എസ്തെറ്റിക്സ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ എന്ന പോലെ ഈ സിനിമയുടെ പരിചരണത്തിലും കാണാം. ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ എന്ന് പറയാമെങ്കിലും അത്തരം സിനിമകളിൽ കണ്ടുവരുന്ന സ്ഥിരം രംഗങ്ങൾ ഈ സിനിമയിൽ കാണാൻ കഴിയില്ല. അഭിനവ് സുന്ദർ നായകിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്. ഇനി അഭിനവ് സുന്ദർ നായകിന്റെ ഹെയ്റ്റ് ലെറ്റർ ടു സിനിമ എല്ലാവരെയും ഞെട്ടിച്ചോ എന്ന് ചോദിച്ചാൽ നസ്ലൻ എന്ന നടൻ തന്റെ പരമാവധി ഈ കഥാപാത്രത്തിനായി നൽകിയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ സിനിമ വൈകാരികമായി അകലെയാണ്. എന്തായാലും അഭിനവിന്റെ സക്സസ് ത്രയത്തിലെ 3ാം ചിത്രത്തിനായി കാത്തിരിക്കാം.